മോളെ ചിപ്പി, നമുക്കിനി കുറച്ച് കഞ്ഞി കുടിക്കാം. എനിക്ക് വേണ്ട ആന്റി. ആ അങ്ങനെ പറഞ്ഞാ പറ്റില്ല. വാ, ക്ഷീണം മാറണ്ടേ? എനിക്ക് ആ ഇപ്പൊ ചൂടൊക്കെ കുറഞ്ഞല്ലോ. വാ എനിക്ക് ഇടയ്ക്ക് തരട്ടെ. വേണ്ട ആന്റി. ആ അങ്ങനെ പറഞ്ഞ പറ്റില്ല. ആ കഴിക്കും. ആ ഇഷ്ടപ്പെട്ടോ? ഇത് മൊത്തം നമുക്ക് കുടിക്കണം. ആളങ്ങ് ഉഷാറായല്ലോ. അത് ആന്റി വന്നോണ്ടാ എന്റെ അസുഖമൊക്കെ കുറഞ്ഞത്. താങ്ക് യു ആന്റി. മതിയോ? ഏയ് കരയില്ലടാ. ആന്റി പോയിട്ട് നമ്മളെ തന്നെ വരും കേട്ടോ. ഇനി കരയല്ലേ. ജെനി, ആ മരുന്നെല്ലാം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കൊടുക്കണേ. കൊടുക്കാം മാഡം. സച്ചിങ്ങളെ, സച്ചിങ്ങൾ ഇപ്പൊ വന്നു. അങ്കിള് വന്നിട്ട് കൊറേ നേരമായി. ആ ഇപ്പോ മോളുടെ പനിയൊക്കെ മാറിയല്ല, മുഖത്തൊരു വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. ആ ഞാൻ വന്നപ്പോ മോള് പനിച്ച് വിറച്ച് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ആണോ? ആ ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെങ്ങനെ അറിയാനാ? സച്ചി സാറ് മുറിയിൽ വന്ന് മോളെ തോളത്തെടുത്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴാ ഗൗരി മോളുടെ അമ്മയച്ഛനും ഡോക്ടറെ കൊണ്ടുവന്നത്. അല്ല, അപ്പൊ സച്ചിങ്ങള് സമൃദ്ധാന്റെയും ഗോകുലങ്ങളിനെ കണ്ടില്ലേ? ഇല്ല, ആ സമയത്ത് അങ്കിള് വേറൊരു സ്ഥലം വരെ പോയതാ. അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് താമസിച്ചു. അതുകൊണ്ടാ അങ്കിളിന് അവരെ കാണാൻ പറ്റാതെ പോയത്. സമൃദ്ധാന്റി എനിക്ക് എന്തൊക്കെ ചെയ്തെന്നറിയോ? എന്റെ ദേഹം മുഴുവൻ തുടച്ചു തന്നു, എനിക്ക് മരുന്ന് തന്നു, പൊടിയരി കഞ്ഞി ഉണ്ടാക്കി തന്നു, എന്നെ തോളത്ത് ചേർത്ത് പിടിച്ച് ഉറക്കി. സമൃദ്ധാന്റി എനിക്ക് അമ്മയെ പോലെയാ. അപ്പോ ഞാനോ? സച്ചയങ്ങൾ എനിക്ക് അച്ഛനെ പോലെയാ. അമ്മ കേക്കണ്ട. സ്കൂളിൽ വെച്ച് മൈക്കേ കൂടെ പറഞ്ഞതിന്റെ പുകില ഇവിടെ ഉണ്ടായതല്ല. എന്റെ പൊന്നു സാറേ, മോൾക്ക് എന്തായാലും ഇപ്പൊ നല്ല കുറവുണ്ട്. ഇനി സാർ ഇവിടെ നിക്കണമെന്നില്ല. വേഗം പൊക്കോ. വേണ്ട അങ്കിൾ ഇന്ന് പോണ്ട. അയ്യോ, പോവാതെ പിന്നെ?
സച്ചി സാർ എന്ത് ചെയ്യും? സച്ചി അങ്കിൾ ഇന്ന് എന്റെ കൂടെ ഇവിടെ നിൽക്കും. മോളെ അയ്യോ അമ്മ എന്തായാലും ഇന്ന് വരാൻ പോണില്ല. അല്ല മോളെ. അങ്കിളെ, എനിക്ക് വയ്യാത്തതല്ലേ? ഇന്ദുട്ടിക്കാ വയ്യാത്തതെങ്കിൽ അങ്കിൾ അവളോട് ഇരിക്കില്ലേ? മോളെ അത് പിന്നെ അതുപോലെ അങ്കിളിന് എന്റെ അടുത്തിരിക്കാമോ? അയ്യോ മോളെ, അതൊക്കെ സച്ചി സാറിന് ബുദ്ധിമുട്ടാവും. മോളെ അത് വേണ്ട. മോളുടെ അമ്മ അറിഞ്ഞ അത് വലിയ പ്രശ്നമാവും. അത് മാത്രമല്ല, ഇവിടെ ജെനി ആന്റി ഉണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മോള് എന്നെ ഒന്ന് വിളിച്ചാ മതി. അങ്കിള് പറന്നു വന്നോളാം. വേണ്ട, അങ്കിള് പോവണ്ട. മോളെ എന്റെ കൂടെ ഇവിടെ നിക്കണം പ്ലീസ് അങ്കിൾ. മോളെ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കുഴപ്പിക്കരുത്. സച്ചി സാറിന് ഇങ്ങോട്ട് കേറ്റരുതെന്ന് പറഞ്ഞിട്ടാ അമ്മ പോയത്. അതൊന്നും സാരയില്ല, ആന്റി അമ്മയോട് പറയാതിരുന്നാ മതി.